മലയാളത്തിലെ രണ്ട് ബിഗ് എംസ് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ. ഇതിൽ ഡയലോഗ് ഡെലിവറിയിൽ ഒരു മാജിക് കൊണ്ടുവരുന്ന മനുഷ്യനാണ് നമ്മുടെ ലാലേട്ടൻ. അതായത് സിനിമക്കകത്താണെങ്കിൽ കൂടെ നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരാളോട് എങ്ങനെ സംസാരിക്കുക, അത് ഭയങ്കര ഓവർ ഡ്രാമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടാണല്ലോ നമ്മളിത് സംസാരിക്കുക. ഈ നാച്ചുറാലിറ്റി 100% ഉള്ള ഈ നാച്ചുറാലിറ്റീൻ്റെ ഒരു മാജിക് നമുക്ക് തന്നെ സിനിമയിൽ കാണാൻ പറ്റുന്നത് ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോഴും ലാലേട്ടൻ സംസാരിക്കുമ്പോഴാണ്. അതായത് മസ്കുലർ മെന്നിനെ റെപ്രസെൻ്റ് ചെയ്ത് പുള്ളി സംസാരിക്കുകയാണെങ്കിൽ കൂടെ ആ ഒരു അപ്പിയറൻസിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും ലാലേട്ടൻ്റെ ഡയലോഗ്സ് പലപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. ക്യാരക്ടറിനനുസരിച്ചും അതേപോലത്തെ സിനിമക്കനുസരിച്ചും സിനിമയുടെ ജോൺറൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഇത് മാറുമെങ്കിലും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി അതൊരു വേറെ സാധനമാണെന്നുള്ളതാണ്. പിന്നെ ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആക്ടിങ് ആണ്. അതായത് സിദ്ദിഖ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വിയറ്റ്നാം കോളനിയിൽ ലാലേട്ടനെ വിളിച്ച സമയത്ത്, അതായത് ലാലേട്ടൻ അഭിനയിക്കുകയാണ്, അപ്പോൾ സിദ്ദിഖും ഉണ്ട് ലാലും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാണ് പുള്ളി അഭിനയിക്കുന്നുണ്ടോ എന്നുള്ളത്. അതായത് പുള്ളി ഇവിടെ അഭിനയിക്കുന്ന അഭിനയിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവരുടെ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു സംശയം. അപ്പോൾ ഇവർ സ്ക്രീനിൽ കാണുന്നത് എന്താ, നമ്മൾ സാധാരണ ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണോ വർത്താനം പറയുകയൊക്കെ ചെയ്യുക, അതുപോലെ ഒരാൾ നിന്ന് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അഭിനയത്തിന്റെ ഓവർ എക്സ്പ്രഷൻ കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നീട് ഇവരിത് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ റഷ് കാണുന്ന സമയത്താണ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എത്ര നാച്ചുറൽ ആയിട്ടാണ് പുള്ളി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ആ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിയറ്റ്നാം കോളനിയിലെ അതൊരു വല്ലാത്ത ആർക്കുള്ള ഒരു സിനിമയാണല്ലേ. അതായത് അതിങ്ങനെ തുടങ്ങി പുള്ളിയുടെ പുള്ളി വന്ന ആ ഉദ്ദേശം പിന്നീട് മാറുന്നത്, അവിടെ ഉണ്ടാവുന്ന എന്താ പറയുക ഒരു ഫ്രിക്ഷൻ, അവിടെ ഉണ്ടാവുന്ന മെന്റലി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു ക്യാരക്ടർ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ ഡയലോഗ് കൊടുക്കുന്നതും ഇമോഷനെ കൊടുക്കുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അതിനകത്ത് കാണാം, വളരെ നാച്ചുറൽ ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖിൽ ലാലിന് ഒരു സംശയം വന്നത്, പുള്ളി ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഈ നാച്ചുറൽ ആക്ടിങ്ങിനെ കുറിച്ചും നാച്ചുറൽ ഡയലോഗ് ഡെലിവറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വോയിസ് മോഡുലേഷൻ ആണ്. മമ്മൂക്കയുടെ വോയിസ് മോഡുലേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പുള്ളി അത് മോഡുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ഒരു പവർഫുൾ ക്യാരക്ടർ വരുന്ന സമയത്ത് പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷേ ലാലേട്ടൻ്റെ വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ, അത് വേറൊരാൾക്ക് അനുകരിക്കാൻ പറ്റത്തില്ല, അത് വേറൊരാൾക്ക് ഫോളോ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ ലാലേട്ടൻ്റെ ഈ വോയിസ് മോഡുലേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ നമ്മുടെ മണിച്ചിത്രത്താഴാണ്. അതിനകത്ത് നകുലൻ്റെ അടുത്ത് ഗംഗ നാഗവല്ലിയായിട്ട് മാറും എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ ഗംഗയ്ക്കുള്ളിൽ ഉറങ്ങി കിടക്കുന്നത് എന്നുള്ള ഒരു സാധനം. അതായത് ആ ഹിസ്റ്ററി പറയുന്നുണ്ട്, അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് പോയതും, എന്നിട്ട് 10ാം ക്ലാസ് പരീക്ഷയിൽ ഈ ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് ഓടിയ ഗംഗയെ ഓർത്തെടുക്കുന്ന സിസ്റ്റർമാരുടെ കാര്യം, ഇതൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നോ, അത് നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ച് നോക്കിയേ. അതായത് ഒരു സൈക്കാട്രിസ്റ്റ് പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന അത്രയും അടുപ്പമുള്ള ഒരാളോട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എന്നാ സീരിയസ്നെസ്സോട് കൂടെ പറയുന്നത്. സീരിയസ്നെസ്സിന് അതിന് ഒരു വ്യത്യാസവും ഇല്ല. അതായത് ഭയങ്കര സംഭവം അങ്ങനെയൊന്നുമല്ല പറയുന്നേ, വളരെ കാമാണ് പക്ഷെ സീരിയസ് ആണ്. അപ്പോൾ ആ ഒരു വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ, അതാണ് അത് ലാലേട്ടനെ കൊണ്ട് പറ്റൂ എന്നുള്ളതാണ്. എന്ത് രസമായിട്ടാണ് ആ സിനിമയിൽ പുള്ളി ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ചിത്രം എന്ന് പറഞ്ഞ സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്രത്തിൽ വരുന്ന വോയിസ് മോഡുലേഷൻ, അങ്ങനെ പല സിനിമകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിറ്റുവേഷനെ ബേസ് ചെയ്ത് വോയിസിൽ മോഡുലേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ കിരീടത്തിലും ചെങ്കോലിലൊക്കെ ഈ സാധനമുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള വികാരത്തിൽ നിന്നുകൊണ്ട്, അതായത് സന്ദർഭം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വലിച്ചേക്കപ്പെട്ട മനുഷ്യൻ നിസ്സഹായതയിൽ നിന്നും മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാണ്ട് സംസാരിക്കുന്ന കുറേ സിറ്റുവേഷൻസ് ആ സിനിമയിലുണ്ട്. അത് നമുക്കത് അനുകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ലാലേട്ടൻ്റെ ഡയലോഗിൻ്റെ ടൈമിംഗ് ആണ്. എവിടെ സ്ലോ ആക്കണം, എവിടെ പോസ് കൊടുക്കണം, എവിടെ സ്പീഡിൽ പറയണം, എവിടെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് പറയണം. ഇത് സ്ക്രിപ്റ്റിൽ ഒബ്വിയസ്ലി ഉണ്ടാവും ഈ ഒരു സാധനം. ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഓരോ സിറ്റുവേഷനിലും എങ്ങനെ സംസാരിക്കും എന്നുള്ളത്. പക്ഷേ ആ ടൈമിങ് ആപ്റ്റായ രീതിയിൽ കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്.
അതാണ് ആ ടൈമിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ലാലേട്ടൻ്റെ കുറച്ച് പഴയ സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ പെർഫെക്റ്റ് ടൈമിംഗ് ആയിരിക്കും. അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് കൈൻഡ് ഓഫ് സാധനമാണ്. ഇപ്പൊ വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ ഈ ടൈമിങ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ഈ സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈമിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. താളവട്ടത്തിൽ ടൈമിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കിലുക്കത്തിൽ ടൈമിംഗ് ഉണ്ട്. ഇവിടൊക്കെ ടൈമിങ്ങിന് വളരെ ഇമ്പോർട്ടൻറ്റ് സിനിമയാണ്. അതായത് പെട്ടെന്ന് സീനുകൾ മാറുന്നു, ചേഞ്ച് ആയി പോകുന്നു. പിന്നെ അതേപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കോ ആക്ടേഴ്സ്, പ്രത്യേകിച്ച് ജഗതിയൊക്കെ ആയിട്ട് എന്താ പറയുക, കോമ്പിനേഷൻ സീൻസ് വരുന്ന സമയത്തൊക്കെ ടൈമിങ് സ്ലോ ആക്കേണ്ടടുത്ത് സ്ലോ ആക്കും, സ്പീഡ് ആക്കേണ്ടടുത്ത് സ്പീഡാക്കും. ഒരു പോസ് ഇട്ട് പറയുന്നിടത്ത് പോസ് ഇട്ട് പറയും. എഗെയിൻ മണിച്ചിത്രത്താഴ് ഇതുണ്ട്. അതായത് നകുലിനോട് ഇത് വിശദീകരിക്കുന്ന സമയത്ത് ടൈം എടുത്ത് ചില ഏരിയകളിൽ പോസ് ചെയ്ത്, ചില ഏരിയകളിൽ ഡയലോഗ് ഇല്ലാണ്ട് എക്സ്പ്രഷൻസ് മാത്രം കാണിച്ച്, അതായത് നകുലന്റെ കണ്ണിൽ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണിൽ നോക്കുന്നില്ല, നകുലന്റെ ഫേസ് കൊടുക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളത് ഇമോഷണൽ ഡെപ്ത് ആണ്. അതായത് ഡയലോഗ് പറയുന്ന സമയത്ത് അതിനകത്ത് ഇമോഷനും അത് വളരെ ഡെപ്തായിട്ട് അവതരിപ്പിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് സിനിമ ഏതാണെന്നറിയോ? ഭരതം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതിന് മുന്നേയൊക്കെ അതായത് നെഞ്ചത്തൊരു കല്ല് കയറ്റി വെച്ചിട്ടാണ് ആ മനുഷ്യൻ നടക്കുന്നത്. ഒരു വലിയ പാറക്കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് ഒരു ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അതിനകത്ത് ജീവിക്കുന്നത് ലാലേട്ടൻ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ പോകുന്ന ഒരാൾ പറയുന്ന ഡയലോഗ്സ്, അവിടെ ഇമോഷണൽ ഡെപ്ത് കൊടുക്കുന്നത് നിങ്ങൾ കാണണം. അതായത് കവിയൂർ പൊന്നമ്മയൊക്കെ ആയിട്ടുള്ള സീന് വരുന്ന സമയത്ത്, നെടുമുടി വീണൊക്കെ ആയിട്ടുള്ള സീന് വരുന്ന സമയത്ത്, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള സീന് വരുന്ന സമയത്ത്, അതായത് അതിനകത്ത് പുള്ളി പൊട്ടി കരയുന്ന ഒരു സീനുണ്ട്. ആ കരയുന്നതിന് മുന്നേ കുറച്ച് ഡയലോഗുകൾ പറയുന്നുണ്ട്, ആ ചില സിറ്റുവേഷനെ വിവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പല ഭാഗത്തുനിന്നും പല ഏരിയയിൽ നിന്നാണ് തനിക്കെതിരെയുള്ള അമ്പ് വരുന്നേ. അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണം, തന്നെ ഇന്നസെൻസ് കാണിക്കുകയും കൂടെ വേണം അതിനകത്ത്. അപ്പോൾ ആ ഇമോഷണൽ ഡെപ്ത് കൊടുക്കുന്നത് വേറെ ആർക്ക് പറ്റും? മമ്മൂക്ക കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നാച്ചുറൽ ആക്ടിങ് പ്ലസ് ടൈമിങ് പ്ലസ് വോയിസ് മോഡുലേഷൻ പ്ലസ് അതിൻ്റെ കൂടെ ഇമോഷണൽ ഡെപ്ത്, അത് ലാലേട്ടനാണ് ദ ബെസ്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ് മലയാളത്തിലെ എന്നുള്ളതാണ്. അതായത് നമ്മളെ കൂടെ ഇരിക്കുന്ന ചായക്കടയിൽ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ നമ്മളോട് എങ്ങനെയാണോ സംസാരിക്കുക, നമ്മൾ അയാളായിട്ട് കുറച്ച് കൂടുതൽ നേരം സംസാരിക്കുന്ന സമയത്ത് അയാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഫീലായിരിക്കും അയാൾ പറയുക. ആ സറൗണ്ടിങ്സിൽ വേറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഏത് വോയിസിൽ എത്ര ശബ്ദത്തിലായിരിക്കും അയാൾ അത് സംസാരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ മനുഷ്യന്മാർ എങ്ങനെയാണോ സംസാരിക്കുക അതേ രീതിയിൽ ആ ക്യാരക്ടർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലെ ഡയലോഗ് ഡെലിവറിയിലെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ സിനിമകളാണെന്നുള്ളത് പറയുന്നത്.